ഭാഗം 2 പുസ്തകം 4 അധ്യായം 7 ഉണ്ണി യേശുവിന്റെ ദൈവാലയത്തിലെ കാഴ്ചയർപ്പണം. യേശുവിന്റെ മനുഷ്യ സ്വഭാവം പിതാവിന്റെ സൃഷ്ടിയാണ്. അത് അനന്യവും പ്രകൃത്യാതീതവുമായ തരത്തിൽ വചനത്തിന്റെ വ്യക്തിത്വവുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. ഏകജാതനായ ഈ വചനം പുത്രസ്ഥാനം വഹിക്കുന്നത് തന്നിൽ നിന്ന് പുറപ്പെടുന്നതിനാലും സത്തയിൽ അവർ ചേർന്നിരിക്കുന്നതുകൊണ്ടും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം ആയിരിക്കുന്നതിനാലുമാണ്. ഇതൊക്കെ സത്യമായിരിക്കെ തന്നെ തന്റെ പുത്രൻ നിയമാനുസൃതം ദൈവാലയത്തിൽ തന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടണമെന്നത് പിതാവിന്റെ ആഗ്രഹമായിരുന്നു. ഈ നിയമത്തിന്റെ പൂർത്തീകരണം അവൻ തന്നെയായിരുന്നല്ലോ. റോമ 10:4. എല്ലാ ആദ്യജാതരും ദൈവാലയത്തിൽ നിത്യനായ ദൈവത്തിന് സമർപ്പിക്കപ്പെടണം എന്ന കീഴ്വഴക്കം അഭംഗുരം തുടർന്നു വന്നത് ഈ കാര്യത്തിനു വേണ്ടിയായിരുന്നു. അതായത്, അപ്രകാരം സമർപ്പിക്കപ്പെടുന്ന ശിശുക്കളിലൊരുവൻ ദൈവപുത്രനും അവന്റെ അമ്മയാകാൻ അനാദിയിലെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ പുത്രനുമായിരിക്കണം എന്ന ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു. പുറപ്പാട് 13:2. പിതാവിന്റെയും പുത്രന്റെയും ഇച്ഛ ഒന്നു തന്നെയാണെന്ന് വചനത്തിന്റെ അമ്മ നന്നായി അറിഞ്ഞിരുന്നു. ഈ ദിവ്യജ്ഞാനത്തിന്റെ നിറവിൽ സ്വർഗീയ രാജ്ഞി ദൈവാലയത്തിലെ കാഴ്ചയർപ്പണത്തിന്റെ തലേ രാത്രി ധ്യാനനിരതിയായി കഴിഞ്ഞു. സ്വർഗീയ പിതാവിനെ സംബോധന ചെയ്തുകൊണ്ടവൾ ഇപ്രകാരം പറഞ്ഞു: എന്റെ കർത്താവും ദൈവവുമായവനെ, അവിടുത്തെ പരിശുദ്ധ ആലയത്തിൽ ദൈവികതയുടെ നിധിയും നിത്യജീവന്റെ ആലയവുമായവനെ സമർപ്പിക്കാനായി ഞാൻ കൊണ്ടുവരുന്ന നാളത്തെ പ്രഭാതം സ്വർഗത്തിനും ഭൂമിക്കും ഉത്സവദിനമായിരിക്കും. ഈ സമർപ്പണം, കർത്താവെ, എത്രയോ ധന്യമാണ്. ഇതിന് പ്രതിഫലമായി അവിടുന്ന് മനുഷ്യവർഗത്തിന്റെ മേൽ അനർഘമായ അനുഗ്രഹങ്ങൾ ചൊരിയുമല്ലോ. നിന്റെ മാർഗം വിട്ടുപോയവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരികയും ദുഃഖിതർക്ക് ആശ്വാസമേകുകയും ദരിദ്രരെ സമ്പന്നരാക്കുകയും ദുർബലരെ ശക്തിപ്പെടുത്തുകയും അന്ധർക്ക് വെളിച്ചമേകുകയും ചെയ്യുന്ന വരങ്ങൾ. അങ്ങയുടെ ഏകജാതനെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഈ വരങ്ങളാണ് ഞാൻ യാചിക്കുന്നത്. ദൈവമായി എനിക്കവനെ തന്നുവെങ്കിൽ ദൈവവും മനുഷ്യനുമായി ഞാൻ അവനെ തിരികെ സമർപ്പിക്കുന്നു. ദരിദ്രാവസ്ഥയിൽ ഞാൻ ഇറങ്ങിപ്പോന്ന ദേവാലയത്തിലേക്ക് അതിസമ്പന്നയായി ഞാൻ തിരികെ വരുന്നു. എന്റെ ആത്മാവ് നിത്യവും നിന്നെ മഹത്വപ്പെടുത്തും. എന്തെന്നാൽ അവിടുത്തെ വലത്തുകരം എന്റെ മേൽ കൃപ ചൊരിഞ്ഞിരിക്കുന്നു. അടുത്ത പ്രഭാതത്തിൽ തെളിഞ്ഞു പ്രകാശിച്ചുയരുന്ന സൂര്യനെ കണ്ടുകൊണ്ട് പരിശുദ്ധ കന്യകയുടെ കരങ്ങളിൽ വിശ്രമിച്ച ശിശു ലോകത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്താൻ തയ്യാറായി. 2 മെഴുകുതിരികളും ചെങ്ങാലിപ്രാവിനെയും അവർ മുന്നേ ദേവാലയത്തിൽ സമർപ്പിച്ചിരുന്നു. പരിശുദ്ധ അമ്മ ദിവ്യ ശിശുവിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് വിശുദ്ധ യൗസേപ്പിനൊപ്പം ദൈവാലയത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ബേത്ലഹേമിൽ കാണപ്പെട്ടതുപോലെ മാലാഖമാരുടെ വൃന്ദം വെട്ടിത്തിളങ്ങുന്ന ഉടയാടകളണിഞ്ഞ് ഘോഷയാത്രയായി അവർക്ക് അകമ്പടി സേവിച്ചു. അവർ സ്വർഗീയ ശ്രുതികളിൽ ഇമ്പകരമായ കീർത്തനങ്ങൾ ആലപിച്ചു. പരിശുദ്ധ മറിയം മാത്രമേ അവ ശ്രവിച്ചുള്ളൂ. ആദ്യമുണ്ടായിരുന്ന 10,000 പേർ കൂടാതെ മറ്റനേകർ പുതുതായി സ്വർഗത്തിൽ നിന്ന് ആഗതരായി. യേശുനാമം ആലേഖനം ചെയ്ത പരിചകൾ ധരിച്ച് നീങ്ങിയവരോടൊപ്പം അവരും ചേർന്നു. എന്നാൽ ഈ മാലാഖമാർ ഭൗതിക രൂപം ധരിച്ചിട്ടില്ലായിരുന്നതിനാൽ പരിശുദ്ധ രാജ്ഞി മാത്രമേ അവരുടെ സാന്നിധ്യം അറിഞ്ഞിരുന്നുള്ളൂ. ദേവാലയ വാതിൽക്കലെത്തിയപ്പോൾ ഭക്തി തീഷ്ണതയോടുകൂടി ദൈവപുത്രനെ കരങ്ങളിൽ ഉയർത്തി ആത്മാവിലും സത്യത്തിലും അത്യുന്നതന് ആരാധനയർപ്പിച്ചു. യോഹന്നാൻ 4:23. ആ നിമിഷത്തിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ ദർശനത്താൽ അവൾ ആനന്ദ നിമഗ്നയായി. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു സ്വരം അവൾ കേട്ടു. വിശുദ്ധ യോസേപ്പ് അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി ദിവ്യപ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ടു. ആ സമയം ഉന്നത പുരോഹിതനായ ശമയോൻ ദൈവാലയത്തിൽ പ്രവേശിച്ചു. തിരുക്കുടുംബം ദിവ്യപ്രകാശത്തിൽ പൂരിതരായി നിൽക്കുന്നത് അദ്ദേഹം ദർശിച്ചു. പ്രവാചികയായ അന്നയും അപ്പോൾ അവിടെയെത്തി. ആത്മാവിൽ ആനന്ദം പൂണ്ട് അവരിരുവരും പരിശുദ്ധ രാജ്ഞിയെ സമീപിച്ചു. പുരോഹിതൻ ശിശുവിനെ തന്റെ കരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സ്വർഗീയ പിതാവിന് സമർപ്പിച്ചു. അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു: കർത്താവെ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപ്പാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ്. ലൂക്ക 2:29-32. അയാൾ പറഞ്ഞതിന് സാരം ഇതാണ്: കർത്താവെ, ഇപ്പോൾ നീ എന്നെ നശ്വര ശരീരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതനാക്കി സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും വിടുക.
എന്തെന്നാൽ ഇതുവരെ ഞാൻ ജീവിച്ചത് നിന്റെ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നതിനും നിന്റെ ഏകപുത്രൻ മനുഷ്യാവതാരമെടുക്കുന്നത് ദർശിക്കുന്നതിനും വേണ്ടിയായിരുന്നല്ലോ. ഇപ്പോഴിതാ നിന്റെ ഏകപുത്രൻ മനുഷ്യനായത് ഞാൻ ദർശിച്ചിരിക്കുന്നു. അങ്ങനെ നിന്റെ രക്ഷയെ ഞാൻ കണ്ടു കഴിഞ്ഞു. മനുഷ്യനായി അവതരിക്കുക വഴി അവൻ മനുഷ്യ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ചു. അങ്ങനെ നിന്റെ ഇഷ്ടപ്രകാരം നിത്യശ്രേയസ് കരസ്ഥമാക്കി. നിന്റെ കരുണയും ജ്ഞാനവും വെളിപ്പെടുത്തി എനിക്ക് സമാധാനവും രക്ഷയും പ്രദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതാ ഈ വെളിച്ചം നീ പുറജാതികൾക്ക് വെളിപ്പെടുത്തുകയും ഒപ്പം നിന്റെ ജനമായ ഇസ്രായേലിന് മഹത്വം അണയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ശെമയോനിൽ നിന്നുയർന്ന ഈ സങ്കീർത്തനം പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പും കേട്ടു. അവർ അത്ഭുതപ്പെട്ടു. ഇവിടെ സുവിശേഷകൻ അവരെ രണ്ടുപേരെയും ദിവ്യശിശുവിന്റെ മാതാപിതാക്കൾ എന്ന് സംബോധന ചെയ്യുന്നു. എന്തെന്നാൽ അവിടെ സന്നിഹിതരായിരുന്നവരുടെ ദൃഷ്ടിയിൽ അവർ അങ്ങനെ തന്നെയായിരുന്നു. പരിശുദ്ധ അമ്മയെ സംബോധന ചെയ്തുകൊണ്ട് ശെമയോൻ തുടർന്നു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. അങ്ങനെ ശെമയോൻ പുരോഹിതനടുത്ത രീതിയിൽ അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ പ്രവാചികയായ അന്ന വചനാവതാരത്തെ വാഴ്ത്തി മിശിഹായുടെ തിരുരഹസ്യങ്ങളെപ്പറ്റി പ്രഘോഷിച്ചു. അവരുടെ ശ്രോതാക്കൾ ഇസ്രായേലിന്റെ രക്ഷയെ കാംക്ഷിച്ചവരായിരുന്നു. അപ്രകാരം വിശുദ്ധയായ വയോധികരുടെ അധരങ്ങളിൽ കൂടി രക്ഷകന്റെ ആഗമനം പരസ്യമായി ലോകം മുമ്പാകെ പ്രഖ്യാപിക്കപ്പെട്ടു. വാളിനെപ്പറ്റിയും വിവാദമായ അടയാളത്തെപ്പറ്റിയും ശെമയോൻ പറഞ്ഞ നിമിഷത്തിൽ ദിവ്യശിശു തന്റെ ശിരസ് നമിച്ചു. എന്തെന്നാൽ ഈ വചനം തന്റെ സഹനത്തിന്റെയും മരണത്തിന്റെയും മുന്നറിയിപ്പുകളായിരുന്നു. വന്നി പുരോഹിതൻ പറഞ്ഞ പ്രവചനങ്ങളെ ഈശോ ശരിവച്ചു. പുരോഹിത വചനം നിത്യപിതാവിന്റെ ഹിതപ്രഖ്യാപനങ്ങളാണെന്ന് അവൻ അറിഞ്ഞു. ഇവയെല്ലാം പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ശെമയോന്റെ പ്രവചന നിമിഷത്തിൽ തന്നെ അവളുടെ ഹൃദയം വാളിനാലെന്ന പോലെ മുറിക്കപ്പെട്ടു. അങ്ങനെ മുൻകൂട്ടി തന്നെ അവൾ സഹനമേറ്റെടുത്തു. ഒരു കണ്ണാടിയിലെന്ന വണ്ണം വരാനിരിക്കുന്ന മഹാസംഭവങ്ങളാകുന്ന നിഗൂഢ രഹസ്യങ്ങളെ അവർ ദർശിച്ചു. തന്റെ പുത്രൻ എങ്ങനെയാണ് അനേകർ വീഴുന്ന ഉതപ്പിന്റെ കല്ലായും അവിശ്വാസികളുടെ ശാപമായും വിശ്വാസികളുടെ രക്ഷയായും മാറുന്നതെന്നും സിനഗോഗുകളുടെ തകർച്ചയും ആ സ്ഥാനത്ത് യഹൂദേതര മതങ്ങൾക്കിടയിൽ സഭ ഉയരുന്നതും മുൻകൂട്ടി കണ്ടു. പൈശാചിക ശക്തികളുടെ മേൽ അവൻ നേടാനിരിക്കുന്ന നിത്യവിജയത്തെയും മരണത്തിന്മേലുള്ള വിജയവും അതിനായി കൊടുക്കേണ്ട കുരിശാരോഹണത്തിന്റെ ഭീകരതയും അവൾ ദർശിച്ചു. കൊലോസോസ് 2:15. വ്യക്തിപരമായും സഭയിലും തന്റെ പുത്രൻ നേരിടേണ്ടി വരുന്ന എതിർപ്പും വിരോധവും അവൾ കണ്ടു. യോഹന്നാൻ 15:20. അതേസമയം രക്ഷയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ കാത്തിരിക്കുന്ന നിത്യമഹത്വവും. പരിശുദ്ധ അമ്മ ഇതെല്ലാം അറിയുകയും ആത്മാവിൽ തീക്ഷ്ണതയോടെ പ്രവചനങ്ങളെപ്പറ്റി ധ്യാനിച്ച് പുണ്യകർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്തു. അവർ പറഞ്ഞതെല്ലാം അവളുടെ ആത്മാവിൽ മുദ്രണം ചെയ്യപ്പെട്ടിരുന്നു. താൻ കണ്ടതും ശ്രവിച്ചതുമായ കാര്യങ്ങളിൽ ഒരു ചെറിയ അംശം പോലും അവൾ മറന്നുപോയില്ല. തന്റെ പുത്രനെ നോക്കിയ ഓരോ നിമിഷവും അവളുടെ ഉള്ളിൽ സന്താപക്കടൽ അലയടിച്ചുയർന്നിരുന്നു. ഈ ദുഃഖത്തിന്റെ ആഴം സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുകയില്ല. വിശുദ്ധ യോസേപ്പിനും ഈ പ്രവചനങ്ങളിൽ കൂടി രക്ഷാകര രഹസ്യങ്ങൾ ഹൃദിസ്ഥമാക്കാൻ അവസരം ലഭിച്ചു. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയതുപോലെ വ്യക്തതയോടും വിശദാംശങ്ങളോടും കൂടെ അദ്ദേഹത്തിന് അത് ലഭ്യമായില്ല. തന്റെ ജീവിതകാലത്ത് വിശുദ്ധ യോസേപ്പ് കർത്താവിന്റെ പീഡാസഹനത്തിന് ദൃക്സാക്ഷിയായതുമില്ല. കാഴ്ച സമർപ്പണം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പുരോഹിതന്റെ കരം ചുംബിക്കുകയും അനുഗ്രഹം യാചിക്കുകയും ചെയ്തു. തന്റെ മുൻ ഗുരുവായിരുന്ന അന്നയോടും ഇപ്രകാരം അനുഗ്രഹം ചോദിച്ചു. തന്റെ ദൈവമാതൃത്വമെന്ന അനന്യമായ ബഹുമതിയും സ്ഥാനവും ഇങ്ങനെ എളിമപ്പെടുത്തുന്നതിന് തടസ്സമായില്ല. അതിനുശേഷം അവൾ വിശുദ്ധ യൗസേപ്പിനോടും 14,000 മാലാഖമാരുടെ അകമ്പടിയോടും കൂടി ഘോഷയാത്രയായി ദിവ്യശിശുവിനെയും കൈകളിലേന്തി സ്വവാസസ്ഥലത്തേക്ക് മടങ്ങി. 9 ദിവസം അവർ ജെറുസലേമിൽ താമസിച്ചു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ ഉന്നത പുരോഹിതരുമായി രക്ഷാകര രഹസ്യങ്ങളെപ്പറ്റിയും മുൻപ് കണ്ട പ്രവചനങ്ങളെപ്പറ്റിയും ചർച്ചകൾ നടത്തി. 9 എന്ന സംഖ്യ പരിശുദ്ധ കന്യകയ്ക്ക് പ്രത്യേകം ബഹുമാനമുള്ള സംഖ്യയായിരുന്നു. ദൈവവചനം ആദ്യമായി ഹൃദയത്തിൽ സ്വീകരിക്കാനും ഉദരത്തിൽ വഹിക്കാനും ദൈവം അവളെ ഒരുക്കുകയും അലങ്കരിക്കുകയും ചെയ്ത 9 ദിവസങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണിത്. മാത്രമല്ല, ഈശോയെ തന്റെ ഉദരത്തിൽ വഹിച്ച 9 മാസങ്ങളെയും ഇത് അനുസ്മരിപ്പിക്കുന്നു.
മേൽപ്പറഞ്ഞ സംഭവങ്ങളുടെ ബഹുമാനത്തിനായി തന്റെ ദിവ്യപുത്രനെ അത്രയും പ്രാവശ്യം നിത്യപിതാവിന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച് അവിടത്തേക്ക് സ്വീകാര്യമായ കാഴ്ചകളും അർപ്പിച്ചു. ഈ നവനാൾ അനുഷ്ഠാനത്തെ തന്റെ ഉദാത്തമായ ലക്ഷ്യ സാക്ഷാത്കാരത്തിനുള്ള സമർപ്പണമായും അവൾ വിനിയോഗിച്ചു. എല്ലാ ദിവസവും 3-ാം മണിക്കൂറിന് തൊട്ടുമുൻപേ അവൾ അനുഷ്ഠാനങ്ങൾ തുടങ്ങിയിരുന്നു. ദിവസവും സന്ധ്യയാകും വരെ അവൾ പ്രാർത്ഥനയിൽ മുഴുകി ചെലവഴിച്ചു. ദേവാലയത്തിലെ അപ്രധാന സ്ഥലത്താണവർ നിലകൊണ്ടത്. അതുവഴി സ്നേഹിത, താങ്കൾ പ്രഥമ സ്ഥാനത്തേക്ക് കടന്നു വരുക എന്ന സുവിശേഷത്തിലെ ആതിഥേയനായ യജമാനൻ പറഞ്ഞ വാക്കുകളെ സാധൂകരിച്ചു. അവളുടെ പ്രാർത്ഥനകൾക്കു മറുപടിയായി കർത്താവ് പുതിയ വരങ്ങളും ബഹുമതികളും സമ്മാനിച്ചു. പ്രസ്തുത വരങ്ങളിൽ താഴെ പറയുന്നവയുമുണ്ടായിരുന്നു. ഒന്നാമതായി, ലോകം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം അവളുടെ പക്കൽ അഭയം തേടിയാൽ അവളുടെ മധ്യസ്ഥതയിൽ രക്ഷ പ്രാപിക്കും. രണ്ടാമതായി, അവൾ തന്റെ ആശ്രിതർക്കു വേണ്ടി യാചിക്കുന്നതെല്ലാം നൽകപ്പെട്ടിരിക്കും. മൂന്നാമതായി, പുതിയ നിയമമനുസരിച്ച് സഭയിൽ അവൾ സഹരക്ഷകയും തന്റെ തിരുക്കുമാരനായ ക്രിസ്തുവിനോടൊപ്പം രക്ഷാകര രഹസ്യങ്ങളുടെ ഗുരുനാഥയുമായിരിക്കും. ഇക്കാര്യം മാതാവിന് നൽകപ്പെട്ടിരുന്ന പ്രത്യേകമായ ദൈവിക ആനുകൂല്യങ്ങളാണ്. ഇവയ്ക്കൊക്കെ പുറമെ മറ്റനേകം അനുഗ്രഹങ്ങളും പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് ലഭ്യമായിരുന്നു. പരിമിതമായ കഴിവുകൊണ്ട് സാധാരണ ഭാഷയിൽ അവയെ ആവിഷ്കരിക്കുക അസാധ്യമാണ്. ഈ വെളിപാടുകളുടെ പരമ്പരകൾക്കിടയിൽ നവനാളിന്റെ 5-ാം ദിവസം പരിശുദ്ധ അമ്മ തന്റെ ദിവ്യ ശിശുവുമായി ദേവാലയത്തിലായിരിക്കുമ്പോൾ ദൈവം തന്നെ അവൾക്ക് വെളിപ്പെടുത്തി. അവൾ പൂർണ്ണമായും അരൂപിയാൽ ഉയർത്തപ്പെട്ടു. ഇതിനു മുൻപും ഇപ്രകാരം സംഭവിച്ചതായി നമുക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ ശക്തി അനന്തമാകൊണ്ട് അവിടുന്ന് എപ്പോഴും പുതിയ വരദാനങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അവിടുത്തെ വരദാനങ്ങളുടെ ഭണ്ഡാകാരം ഒരിക്കലും ഒഴിയുന്നില്ല. വരാൻ പോകുന്ന കഠിനയാതനകൾ സ്വീകരിക്കാൻ ഒരുക്കാനായി അത്യുന്നതനായ ദൈവം വീണ്ടും അവളെ സന്ദർശിച്ചു. അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു: എന്റെ വധുവും എന്റെ നിർമ്മല മാടപ്രാവുമായ കന്യകേ, നിന്റെ ഇംഗിതങ്ങളും ഉദ്ദേശങ്ങളും എനിക്ക് ഏറ്റവും പ്രിയങ്കരമാകുന്നു. അവയിൽ ഞാൻ എപ്പോഴും ആനന്ദിക്കുന്നു. എന്നാൽ നിന്റെ നവനാൾ ആചരണം നീ പൂർത്തിയാക്കുകയില്ല. എന്തെന്നാൽ നിനക്കായി മറ്റു ചില ദൗത്യങ്ങൾ ഞാൻ ഒരുക്കിയിരിക്കുന്നു. നിന്റെ പുത്രന്റെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി നീ അവനെയും ഭർത്താവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. എന്റെ നിർദ്ദേശം ലഭിക്കുന്നതുവരെ അവിടെ തുടരുക. എന്തെന്നാൽ ഹെറോദേസ് അവന്റെ ജീവനെടുക്കാനായി തിരയുന്നു. ഈ യാത്ര ഏറെ ദീർഘവും അതിക്ലേശകരവും ക്ഷീണിപ്പിക്കുന്നതുമായിരിക്കും. എന്നാൽ ഇവയെല്ലാം എന്റെ പേർക്ക് നീ സഹിക്കണം, എനിക്കായി സമർപ്പിക്കണം. ഞാൻ എപ്പോഴും നിന്നോട് കൂടിയുണ്ട്. ഇപ്രകാരം ഒരു സന്ദേശം ലഭിക്കുന്ന വ്യക്തി മറ്റേതെങ്കിലും ഒരു മതവിശ്വാസിയാണെങ്കിൽ സർവശക്തനായ ദൈവം തന്റെ സൃഷ്ടികളിൽ നിസ്സാരനായ ഒരു നീചനിൽ നിന്ന് ഓടിയൊളിക്കേണ്ടി വരിക എന്ന കാര്യം ഉൾക്കൊള്ളാനാവുകയില്ല. ദൈവവും മനുഷ്യനുമായവൻ ഭയത്തിനും മരണഭീഷണിക്കും വിധേയനാകുന്നത് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും? എന്നാൽ വിവേകത്തിന്റെയും അനുസരണയുടെയും ആൾരൂപമായ ദിവ്യജനനി അല്പം പോലും ചാഞ്ചല്യം കാട്ടിയില്ല. സംശയമോ വിയോജിപ്പോ അവളിൽ നിന്ന് പുറപ്പെട്ടില്ല. അവൾ ഇപ്രകാരം മറുപടി പറഞ്ഞു: എന്റെ യജമാനനായ കർത്താവേ, ഇതാ നിന്റെ ദാസി. നിന്റെ സ്നേഹത്തെ പ്രതി മരണത്തെ പുൽകാനും ഞാൻ ഒരുക്കമാണ്. എന്റെ അയോഗ്യതകൾ നിരവധിയാണ്, എങ്കിലും അവയെ പരിഗണിക്കരുതേ. എന്റെ പുത്രനെ എല്ലാ സഹനങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. എല്ലാ നൊമ്പരവും ദുഃഖവും അതനുഭവിക്കാൻ അർഹതപ്പെട്ട എനിക്ക് വിട്ടുതരിക. അത് മാത്രം മതി. കർത്താവാകട്ടെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ യോസേപ്പിനെ ഭരമേൽപ്പിക്കുകയും യാത്രയിൽ അദ്ദേഹത്തിന്റെ സംരക്ഷണവും നിർദ്ദേശങ്ങളും അനുസരിച്ചു പോകാൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ദർശനത്തിൽ നിന്നുണർന്നപ്പോഴും ഉണ്ണിയേശു സ്വന്തം കൈകളിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നുളവായ വരദാനങ്ങൾ അവളുടെ ആത്മാവിനെ ജ്വലിപ്പിച്ചു. ദേഹമാകുന്ന ഭവനത്തിലെന്നതിനേക്കാൾ സ്നേഹത്തിന്റെ ഗേഹത്തിലാണ് തന്റെ ആത്മാവ് വസിക്കുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. യാത്രയിൽ തന്റെ മകന് സംഭവിക്കാനിരിക്കുന്ന സഹനങ്ങളെയോർത്ത് മാതൃവാത്സല്യത്താൽ അവൾ വിതുമ്പി. എങ്കിലും ദുഃഖകാരണം അവൾ തന്റെ ഭർത്താവിൽ നിന്ന് മറച്ചുവെച്ചു. ശമയോന്റെ പ്രവചനമോർത്താണ് അവൾ വിഷമിക്കുന്നതെന്നാണ് വിശുദ്ധ യോസേപ്പ് വിചാരിച്ചത്. തന്റെ പ്രിയതമയുടെ ദുഃഖം അദ്ദേഹത്തെ ആകുലചിത്തനാക്കി. ദൈവത്തിന്റെ മാലാഖ ആ രാത്രിയിൽ വിശുദ്ധ യോസേപ്പിന് പ്രത്യക്ഷനായി ഇപ്രകാരം അരുളി ചെയ്തു: ഉണർന്നെഴുന്നേൽക്കുക. ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ തിരികെ വന്ന് വീണ്ടും അറിയിപ്പു തരുന്നതുവരെ അവിടെ വസിക്കുക. എന്തെന്നാൽ ഹെറോദേസ് ശിശുവിനെ വധിക്കുന്നതിനായി അവനെ അന്വേഷിക്കുന്നു. ഇതു കേട്ടയുടനെ വിശുദ്ധ യോസേപ്പ് ഉണർന്നെഴുന്നേറ്റു. തന്റെ ജീവിത പങ്കാളിയുടെ ദുഃഖകാരണം ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി.
അവളുടെ വിശ്രമസ്ഥലത്ത് പ്രവേശിച്ച് അദ്ദേഹം ഇപ്രകാരം അറിയിച്ചു: പ്രിയമുള്ളവളെ, നാം കൂടുതൽ സഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടുത്തെ കൽപ്പന അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകണം. എന്തെന്നാൽ രാജാവായ ഹെറോദേസ് അവന്റെ ജീവനെടുക്കാൻ ആഗ്രഹിക്കുന്നു. ധൈര്യപ്പെടുക. ഈ യാത്രയ്ക്കായി തയ്യാറെടുക്കുക. എന്റെ ജീവൻ പൂർണ്ണമായും ദിവ്യ ശിശുവിന്റെയും നിന്റെയും സംരക്ഷണത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഞാൻ ചെയ്യേണ്ടത് എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക. മറിയം പറഞ്ഞു: എന്റെ വല്ലഭനായ ഭർത്താവേ, എന്റെ യജമാനനെ, അത്യുന്നതന്റെ കരങ്ങളിൽ നിന്ന് ഉദാരമായ വരങ്ങൾ നാം സ്വീകരിച്ചെങ്കിൽ അതേ കരങ്ങളിൽ നിന്ന് നൽകപ്പെടുന്ന താൽക്കാലിക സങ്കടങ്ങളെയും നാം സന്തോഷത്തോടെ സ്വീകരിക്കണം. ജോബ് 2:13. നാം സംവഹിക്കുന്നത് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവിനെയല്ലയോ? അപ്പോൾ ഹെറോദസിന്റെ വാളിനെ പോലും നാം ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ കൂടെ ഭൂസ്വർഗങ്ങളിൽ ഉള്ളതിനേക്കാൾ മഹത്തായ സമ്പത്തും നന്മയും ഉള്ളപ്പോൾ, സത്യവെളിച്ചം നമുക്ക് വഴികാട്ടിയായി മുൻപേ നടക്കുമ്പോൾ, മരുഭൂമികൾ പോലും മരുഭൂമികളല്ലാതാകും. എന്തെന്നാൽ അവൻ നമ്മുടെ പൈതൃകവും വിശ്രമവും നമ്മുടെ സ്വദേശവുമാകുന്നു. അവൻ നമ്മുടെ സ്വന്തമായിരിക്കുക മൂലം എല്ലാ സമ്പത്തും നമ്മുടെ സ്വന്തമാണ്. നമുക്കവന്റെ ഹിതം പൂർത്തീകരിക്കാൻ തയ്യാറാകാം. പരിശുദ്ധ മറിയവും വിശുദ്ധ യോസേപ്പും ദിവ്യ പൈതൽ ഉറങ്ങിക്കിടന്നിരുന്ന തൊട്ടിലിനെ സമീപിച്ചു. ഉറക്കത്തിന് ഭംഗം വരുത്താതെ അമ്മ കുഞ്ഞിന്റെ പുതപ്പു നീക്കി. മുട്ടിന്മേൽ നിന്നുകൊണ്ട് അമ്മ ശിശുവിനെ മെല്ലെ ഉണർത്തി കരങ്ങളിലെടുത്തു. അപ്പോൾ തന്റെ മനുഷ്യ ശിശുത്വം വെളിപ്പെടുത്താനായി ശിശു കരഞ്ഞു. എന്നാൽ പെട്ടെന്ന് ശാന്തനായി. പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ യോസേപ്പിനും ദൃശ്യമായ രീതിയിൽ അനുഗ്രഹങ്ങൾ നൽകി. നസ്രത്തിൽ നിന്ന് പോരുമ്പോൾ ഭാരം വഹിക്കുന്നതിനായി അവർ കൊണ്ടുവന്ന മൃഗത്തിന്റെ പുറത്ത് കുറെ പഴന്തുണികൾ ഒരു പെട്ടിയിലാക്കി കയറ്റിവെച്ചു. അർദ്ധരാത്രിയായപ്പോൾ അവർ ഈജിപ്തിലേക്ക് യാത്ര ആരംഭിച്ചു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എന്റെ മകളെ, ഈ അധ്യായത്തിൽ നിന്നും പ്രത്യേകമായി നീ പഠിക്കേണ്ട പാഠം ഇതാണ്: ഏറ്റവും താഴ്മയോടെ, ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയോടെ ജീവിക്കാൻ ശീലിക്കുക. എന്തെന്നാൽ എന്റെ പുത്രനും ഞാനും അനേകം വരദാനങ്ങൾ നൽകി നിന്നെ ധന്യയാക്കിയിരിക്കുന്നു. ഇത് നിന്റെ അർഹത കൊണ്ട് നേടിയതല്ലെന്ന് ഓർക്കുക. ദാവീദ് ഇപ്രകാരം സങ്കീർത്തനം ആലപിച്ചു: കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരം ഞാൻ അവിടുത്തേക്ക് എന്തു കൊടുക്കും? ഈ വിധത്തിലുള്ള വികാരങ്ങളാൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തി. സൃഷ്ടികളിൽ വച്ച് ഏറ്റവും നിസ്സാരയായി ഞാൻ എന്നെ തന്നെ കരുതി. ആകയാൽ ദൈവമാതാവെന്ന നിലയിൽ ഞാൻ ചെയ്തതിനെ നീ ഓർക്കുകയും നിന്റെ ദൗത്യമെന്തെന്ന് തിരിച്ചറിയുകയും ചെയ്യുക. ദൈവം സൗജന്യമായി നിന്നിൽ ചൊരിഞ്ഞ വരദാനങ്ങളോർത്ത് നന്ദി പറയുക. ഇതിന് പ്രതിസമ്മാനം നൽകാനുള്ള നിന്റെ അയോഗ്യത ഏറ്റുപറയുക. പരിശുദ്ധ കുർബാനയിൽ തന്റെ പുത്രന്റെ തിരുശരീരം നിനക്കായി നൽകപ്പെടുമ്പോൾ എല്ലായ്പ്പോഴും ആ തിരുശരീരം നിത്യപിതാവിന് തിരികെ സമർപ്പിക്കുക. ഇക്കാര്യത്തിൽ നീ ദാവീദിന്റെ മാതൃകയാണ് അനുകരിക്കേണ്ടത്. ദാവീദ് ദൈവത്തോട് താൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ മറുപടി പറയുന്നു: ഞാൻ രക്ഷയുടെ പാനപാത്രമുയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. നിത്യരക്ഷയെ സ്വീകരിക്കുകയും അതിന്റെ ഫലങ്ങളാകുന്ന നിന്റെ പ്രവൃത്തികളുടെ പൂർണ്ണത തേടുകയും ചെയ്യുക. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും തന്റെ ഏകപുത്രനെ അവിടുത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്തിരിക്കുന്നു. നിനക്കു നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് പ്രതിനന്ദിയായി അവന് നിന്നെ തന്നെ സമർപ്പിക്കുക. ഞാൻ അവന് മനുഷ്യരൂപം സമ്മാനിച്ചതു മൂലം എല്ലാ മനുഷ്യർക്കും അവൻ സ്വന്തമായി. തന്മൂലം അവനുമായി ബന്ധം സ്ഥാപിക്കാൻ മനുഷ്യന് കഴിയുകയും ചെയ്തിരിക്കുന്നു. അവൻ സ്വയം അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ മറഞ്ഞിരിക്കുന്നതിനാൽ ഓരോ വ്യക്തിയുടെയും ആവശ്യാനുസൃതം സംലഭ്യമാകാൻ അവന് കഴിയുന്നു. അവൻ ഓരോ വ്യക്തിക്കും പ്രത്യേകമായി തന്നെ സമർപ്പിച്ചിരിക്കുന്നതിനാൽ അത്യുന്നതനായ ദൈവം അവനിൽ അങ്ങേയറ്റം സംപ്രീതനായിരിക്കുന്നു. സൃഷ്ടികൾക്ക് ഇതിനേക്കാൾ അമൂല്യവും സ്വീകാര്യവുമായി യാതൊന്നും നൽകപ്പെട്ടിട്ടില്ല. ആത്മാക്കൾ ജീവിത പ്രാരാബ്ധങ്ങളെയും നശ്വര ജീവിത സങ്കടങ്ങളെയും ക്ഷമയോടെ സ്വീകരിക്കുന്നതും സമർപ്പണം തന്നെ. എന്റെ പ്രിയപുത്രനും ഞാനും ഈ പുണ്യാഭ്യാസത്തിന്റെ പരമോദാഹരണങ്ങളാണ്. എന്റെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ അവൻ ഈ പുണ്യം പഠിച്ചു തുടങ്ങി. എന്തെന്നാൽ ആ നിമിഷം മുതലേ അവൻ സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങിയിരുന്നു. അവൻ പിറന്നപ്പോൾ തന്നെ ഹെറോദേസിനാൽ മരുഭൂമിയിലേക്ക് നാടുകടത്തപ്പെട്ടു. അവന്റെ പീഡാസഹനം കുരിശുമരണം വരെ തുടർന്നു. ഞാനും എന്റെ ഭൗമിക ജീവിതാന്ത്യം വരെ സഹനം പിന്തുടർന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മനുഷ്യരക്ഷയ്ക്കായി എത്രമാത്രം സഹിച്ചുവെന്ന് എന്റെ മകളെ നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ മകളും കർത്താവിന്റെ മണവാട്ടിയായ നീയും ഞങ്ങളോടൊപ്പം ചേർന്ന് ഇപ്രകാരം സഹിക്കണം. തന്റെ ജീവരക്തം വിലയായി നൽകി അവൻ ഏറ്റുവാങ്ങിയ ആത്മാക്കളെ സ്വന്തമാക്കാനായി നീയും കഠിനാധ്വാനം ചെയ്യണം.
ഒരാത്മാവിനെയെങ്കിലും കർത്താവിനു വേണ്ടി സ്വന്തമാക്കാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി സഹനങ്ങളും കഷ്ടപ്പാടുകളും നീ ഏറ്റെടുക്കണം. കർത്താവിനെ പ്രതി അധ്വാനിച്ച് ഒരാത്മാവിനെയെങ്കിലും പാപവഴിയിൽ നിന്ന് തിരിച്ച് ജീവന്റെ വഴിയിലേക്കു നടത്താൻ നീ തയ്യാറാകുക. നീ നിസ്സാരയും ദുർബലയുമാണെന്നും നിന്റെ ആഗ്രഹങ്ങളും പ്രയത്നങ്ങളും നിഷ്പ്രയോജനമാണെന്നുമുള്ള ചിന്തയിൽ മുഴുകരുത്. എന്തെന്നാൽ നിന്റെ പ്രയത്നവും കർത്താവിന് സ്വീകാര്യമാകുക എന്ന് നിനക്കറിയാൻ കഴിഞ്ഞെന്നു വരികയില്ല. കുറഞ്ഞ പക്ഷം കഠിനമായി അധ്വാനിക്കാനും അതുവഴി നേടിയ അപ്പമാണ് സ്വപിതാവിന്റെ ഭവനത്തിൽ നീ കഴിക്കുന്നതെന്നുമെങ്കിലും നിനക്കാശ്വസിക്കാം.